നമ്മുടെ നാട്ടിൽ ഒരു പുതിയ പൈസക്കാരൻ ഉണ്ടായെന്ന് വെക്കുക. നിങ്ങൾ എന്നും മൈൻഡ് ചെയ്യുന്ന ആളാണ്, പക്ഷെ അയാൾ പൈസക്കാരനായതിനു ശേഷം നിങ്ങളോട് സംസാരിക്കാൻ ഒരു മടി. അപ്പം നിങ്ങൾ എന്ത് പറയും? ഞാനാണെങ്കിലും പറയാം എന്താണെന്നറിയോ, ഇവൻ വലിയ പൈസക്കാരനായപ്പോൾ നമ്മളോടൊന്ന് മൈൻഡ് ചെയ്യാൻ പോലും അവന് വയ്യ, എന്തോ ഒരു ഗമ, ഭയങ്കര അഹങ്കാരിയായിട്ടുണ്ട് എന്നല്ല നമ്മൾ പറയല്. ശരിക്കും പറഞ്ഞാൽ അത് അഹങ്കാരമാണോ? നമ്മളുടെ അടുത്ത് എന്തെങ്കിലും കൂടുതലുണ്ട്, സൗന്ദര്യമായിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, നമ്മളടുത്ത് കൂടുതലുണ്ടാകുമ്പോൾ നമുക്കൊരു വിശ്വാസം കൂടും. അത് അമിതമായ വിശ്വാസമാകുമ്പോൾ അത് അഹംഭാവമായിട്ട് മാറും. അതാണ് നമ്മൾ കണ്ട അഹംഭാവം, അയാൾക്കുണ്ടായിരുന്ന അഹംഭാവം. പക്ഷേ ഇത് അഹങ്കാരമായിട്ട് മാറുന്നപ്പോഴാണെന്നറിയോ, നമ്മളുടെ അടുത്ത് മാത്രമേ അതുള്ളൂ, വേറെ ആരുടെ അടുത്തും ഇല്ല, ഞാൻ മാത്രമാണ് വലിയെന്തോ സംഭവം, മറ്റുള്ളവരൊക്കെ ഒന്നുമില്ലാത്തവരാണ് എന്ന് തോന്നുമ്പോഴാണ് അത് അഹങ്കാരമായിട്ട് മാറുക. ഈ അഹങ്കാരം കൂടുമ്പോഴുള്ള വേറെ പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ മറ്റുള്ളവരെ നെഗറ്റീവായിട്ട് കാണുക മാത്രമല്ല, ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മുടെ അഹംഭാവം ഒരിക്കലും തന്നെ അഹങ്കാരമായിട്ട് മാറാതെ നമ്മൾ ശ്രദ്ധിക്കണം. അഹങ്കാരം ആകുമ്പോഴാണ് അവിടെ പണി വരുന്നത്.